ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ വളരെ എളുപ്പത്തിൽ ഇതൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ലഡു വാങ്ങാൻ ബേക്കറിയിൽ വരെ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് ആദ്യം നോക്കാം. ലഡു ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മാവ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നമുക്ക് ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്പൂൺ ഉപയോഗിച്ചിട്ട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ വെള്ളം മുഴുവനായി ചേർക്കാതെ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല കട്ടിയുള്ള മാവാക്കിയിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലായിരിക്കണം. അധികം ലൂസാവാനും പാടില്ല, എന്നാൽ അധികം കട്ടിയാവാനും പാടില്ല. അങ്ങനെയുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് റെഡിയാക്കി എടുക്കാൻ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ള ബൂന്തി റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലുള്ളൊരു കുഴിയുള്ള സ്പൂണിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതേസമയത്ത് തന്നെ ഈ കുഴിയുള്ള സ്പൂണും ചുറ്റിച്ചു കൊടുക്കുകയും വേണം. നിങ്ങൾ വിചാരിക്കും ഈ ബൂന്തി ഒന്നും എന്താ എല്ലാം റൗണ്ട് ഷേപ്പിലൊന്നും അല്ലല്ലോ എന്ന്. എന്തായാലും നമുക്ക് ലഡു ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പല ഷേപ്പിലായാലും പേടിക്കാനൊന്നുമില്ല. മിക്സ്ചറൊക്കെ ആകുമ്പോൾ എല്ലാം ഒരുപോലെ ആയിരിക്കണം. പിന്നെ ഇത് ബൂന്തി ആയതിന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയും വേണം. എന്നാൽ മാത്രമേ എല്ലാം ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. പിന്നെ അധികം ക്രിസ്പി ആയിട്ടുണ്ടാവുകയും വേണ്ട. നമ്മൾ മിക്സ്ചറൊക്കെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കോരിയെടുക്കുന്നത്. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ തന്നെ ഇത് നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇത് മാറ്റാം. ബാക്കിയുള്ള ബൂന്തി നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ബൂന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം തണുക്കാൻ വെക്കണം. ബൂന്തി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം. ഈ പൾസ് മോഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട. ബൂന്തിയെല്ലാം ചെറുതായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുങ്ങാൻ മാത്രമുള്ള വെള്ളം ചേർക്കാം. ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതൊരു 5-10 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കുറച്ച് ഒട്ടുന്ന പരുവാവുന്നത് വരെ ഇത് ഇളക്കിയെടുക്കണം. ഷുഗർ സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും ഇത് ഏകദേശം ഒട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ സമയത്താണ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബൂന്തി ഇതിലേക്ക് ചേർക്കേണ്ടത്. നമുക്കിതിലേക്ക് ബൂന്തി ചേർക്കാം. ബൂന്തി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര പാനിയിൽ കിടന്നത് നന്നായിട്ട് മിക്സായി വരണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം.
ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഏലക്കായ് പൊടിച്ചത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് എടുക്കണം. 2-3 മിനിറ്റ് നന്നായിട്ടിത് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി നെയ്യിൽ വാട്ടിയത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലഡു മിക്സർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കണം. ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് തണുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന പാകമാകുമ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. 1 അരമണിക്കൂറൊക്കെ വെക്കുമ്പോഴാണ് ഇത് കുറച്ചൊരു കട്ടിയായിട്ട് വരുന്നത്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ പുറത്ത് നല്ല കട്ടിയായിരിക്കും. ഇത് നമുക്ക് 2-3 ദിവസം എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഒരാഴ്ചയെങ്കിലും എത്തും ഇത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്